BJP പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തെപ്പറ്റി വിശദീകരിക്കുകയായിരുന്നു മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും. തൃശൂർ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വീണ്ടും പോവുകയാണ്. കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതാണ് വെടിക്കെട്ട് ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് അന്വേഷണ കമ്മീഷനായിരുന്ന ജസ്റ്റിസ് PS ഗോപിനാഥ് 2019 സർക്കാരിന് റിപ്പോർട്ട് നൽകിയെങ്കിലും ശുപാർശകൾ നടപ്പിലാക്കപ്പെട്ടില്ല. ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നതെന്നും ജസ്റ്റിസ് PS ഗോപിനാഥ് ജനം TVയോട് പറഞ്ഞു. ജസ്റ്റിസുമായി കൊച്ചിയിൽ ജിജീഷ് കരുണാകരൻ നടത്തിയ അഭിമുഖത്തിലേക്കാണ്. തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെ ഇത് ഒഴിവാക്കാം എന്നതെല്ലാം തന്നെയാണ്. പുറ്റിങ്ങൽ ദുരന്തം വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് PS ഗോപിനാഥ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ, മുൻകരുതലുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് 2019 റിപ്പോർട്ടായി നൽകിയിരുന്നു. അദ്ദേഹത്തോട് തന്നെ നൽകിയ നിർദ്ദേശങ്ങൾ, എങ്ങനെയാണ് ഇത്തരം അപകടങ്ങൾ തടയാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാം. സാർ, ഈ ഒരു വലിയൊരു ദുരന്തത്തിൻ്റെ കൺമുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൃശ്ശൂരിൽ നടന്ന അപകടം, മുമ്പ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നപ്പോൾ സാർ അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്തി 2019 റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്? മനുഷ്യരുടെ വീഴ്ചയാണ്. മാൻമെയ്ഡ് ദുരന്തമാണിത്. മനുഷ്യനുണ്ടാക്കി തരുന്ന ദുരന്തമാണ്. കാരണം ഇതിന് അപകട സാധ്യതയുള്ളതാണെന്ന് അറിയാം. അതിന് ചട്ടങ്ങളുണ്ട്. ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ല. 10-15 കിലോഗ്രാമിന് പെർമിറ്റ് എടുത്തിട്ട് 1000-1500 കിലോഗ്രാം ഒക്കെ പൊട്ടിക്കുന്ന ഒരു ഇതുണ്ട്. എൻ്റെ റിപ്പോർട്ടിൽ ശബ്ദ തീവ്രത, സ്ഫോടന ശക്തിയും കുറഞ്ഞിട്ട് വെളിച്ചവും വർണ്ണവുമുള്ള രീതിയിലാക്കണമെന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്. അത് നടപ്പാക്കുന്നതിന് സംഘാടകർക്കുള്ള ഉത്തരവാദിത്വവും അതുപോലെ തന്നെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അതിനുള്ള മോണിറ്ററിങ് സംവിധാനവും വേണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു റിപ്പോർട്ട് നൽകി, ഇതുവരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അത് എവിടെയാണ് ഈ ഒരു വീഴ്ച പറ്റിയിരിക്കുന്നത്? സർക്കാർ തലത്തിലാണോ, ഉദ്യോഗസ്ഥ തലത്തിലാണോ? കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് അതുപടി അംഗീകരിച്ചു. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടോടുകൂടിയാണ് അത് നിയമസഭയിൽ വച്ചത്. അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറോ പ്രോട്ടോക്കോളോ തയ്യാറാക്കിയിട്ടില്ല. അത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് ആദ്യം മുതൽ അവസാനം വരെ ഉദ്യോഗസ്ഥന്മാരും സംഘാടകരും പരിപാലിച്ചു പോന്നിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ദുരന്തം ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ തന്നെ പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വാഹന സൗകര്യം പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഗ്നിശമന യന്ത്രങ്ങൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ തന്നെ ബുദ്ധിമുട്ടായി. അതെല്ലാം മനുഷ്യൻ്റെ വീഴ്ച തന്നെയാണ്. അതുപോലെ സാർ, ഇത് ഉണ്ടാക്കിയതിന് ശേഷം, തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയതിന് ശേഷം അത് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചില നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ നിർമ്മാണ സാമഗ്രികൾ ശേഖരിക്കുന്നതും അത് സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഈ വെടിക്കെട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത്, അത് കൊണ്ടുവന്ന് കത്തിക്കുന്നത്, ഇതിനെല്ലാം പ്രത്യേകം സ്ഥലവും അതിനുള്ള നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം ചട്ടങ്ങളിലുണ്ട്. അത് പാലിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ ഒരു വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് PS ഗോപിനാഥ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നടപ്പിലാക്കേണ്ട ചുമതല ബന്ധപ്പെട്ട അധികൃതർക്കുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ് ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ജസ്റ്റിസ് PS ഗോപിനാഥുമായി സംസാരിച്ച ജിജീഷ് കരുണാകരൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ജിജീഷ്, കേരളത്തെ നടുക്കിയ വലിയൊരു വെടിക്കെട്ട് ദുരന്തമായിരുന്നു കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങലിൽ നടന്നത്. നമുക്കറിയാം, അതും ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു. അന്ന് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണല്ലോ ജസ്റ്റിസ് PS ഗോപിനാഥിൻ്റെ നേതൃത്വത്തിലുള്ളത്. അപ്പോൾ ആ കമ്മീഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തൃശ്ശൂരിൽ ഇന്നലെ ഉണ്ടായ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. അക്കാര്യങ്ങൾ എണ്ണമിട്ട് പറയുകയായിരുന്നില്ലേ ജസ്റ്റിസ് നമ്മളോട് സംസാരിക്കുമ്പോൾ? ഗൗതം,
ജസ്റ്റിസ് ഗോപിനാഥ് പറഞ്ഞത് അതേ കാര്യങ്ങളാണ്. അതായത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ നിയമിക്കുന്നു. എന്നാൽ ആ കമ്മീഷനുകൾ പലപ്പോഴും നൽകുന്ന റിപ്പോർട്ടുകൾ അത് ഏത് വിഷയത്തിൽ ഏത് അപകടങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ അവിടെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും അത്തരം സംഭവങ്ങളെല്ലാം തന്നെ ആവർത്തിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം വിശദമായ ഒരു അന്വേഷണമായിരുന്നു ജസ്റ്റിസ് PS ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അദ്ദേഹം നിരവധി ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തി, ഒപ്പം തന്നെ നിരവധി തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച ശേഷം അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ എങ്ങനെ ഇത്തരത്തിലുള്ള വെടിക്കെട്ട് ദുരന്തങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച് വിശദമായി തന്നെയുള്ള ഒരു റിപ്പോർട്ടായിരുന്നു സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീട് അതിൽ നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വീഴ്ചയായിട്ടാണ് താൻ വീക്ഷിക്കുന്നത് എന്ന കാര്യമാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ താല്പര്യം കാണിക്കുന്നില്ല. പ്രധാനപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഒന്ന്, ഈ വെടിക്കെട്ടിന് വലിയ തോതിൽ ഉഗ്രസ്ഫോടനങ്ങളുള്ള അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ ഉള്ള വെടിക്കെട്ടുകൾ നടത്തുക എന്നതിന് പകരം കാണാൻ ഭംഗിയുള്ള കാഴ്ചയ്ക്ക് ഭംഗിയുള്ള അത്തരത്തിൽ കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടാം, എന്നാൽ അത് ഭയപ്പെടുത്തുന്ന തരത്തിലാകരുത്, പേടിപ്പിക്കുന്ന തരത്തിലാകരുത് വെടിക്കെട്ടുകൾ. ഏറ്റവും അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ അത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം താൻ മുന്നോട്ട് വെച്ചിരുന്നു. വലിയ അളവിൽ വെടിക്കോപ്പുകൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ സൂക്ഷിക്കുകയും പടക്കങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള പടക്കങ്ങളെല്ലാം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങൾ അത്തരത്തിലുണ്ടാകണം എന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥിതി അത് അപകടത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതിന് ബന്ധപ്പെട്ട അധികൃതരും ഒപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികളും കമ്മിറ്റിക്കാരും എല്ലാം തന്നെ മുൻകൈ എടുക്കണം എന്നൊരു കാര്യം അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നു. എന്നാൽ അതും യാതൊരു തരത്തിലും നടപ്പിലാവുകയും ചെയ്തിരുന്നില്ല. ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും തന്നെയാണ്. മാത്രമല്ല ചൂട് കൂടുന്നതാണ് ഇത്തരം സ്ഫോടനങ്ങൾക്കും എല്ലാം തന്നെ കാരണമാകുന്നത് എങ്കിൽ, വെടിക്കെട്ട് അപകടങ്ങൾക്ക് കാരണമാകുന്നത് എങ്കിൽ അതിന് എന്താണ് പരിഹാരം എന്നത് സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, അത് നടപ്പിലാക്കേണ്ടതുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രതിവിധികളൊന്നും മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നടപ്പിലാകുന്നില്ല എന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ശുപാർശകൾ നടപ്പിലാക്കുന്നില്ല. വെടിക്കെട്ട് ആചാരങ്ങളുടെ ഭാഗം അല്ല, അത് ആഘോഷം മാത്രമാണ്, ആചാരങ്ങളുടെ ഭാഗമല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. തൻ്റെ തെളിവെടുപ്പിൽ മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് സർക്കാരിൽ ഇക്കാര്യത്തിൽ സമർപ്പിക്കപ്പെട്ടത്. അത് 2018 അന്വേഷണം ആരംഭിച്ചു. ഒരു വർഷത്തിന് ശേഷം 2019 ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നു. സ്വാഭാവികമായും സർക്കാരിന് അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വലിയൊരു സമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ ഒന്നും തന്നെ അത് നടപ്പിലാക്കപ്പെട്ടില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അത് അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യമാണ് ഇത്തരത്തിൽ ജസ്റ്റിസ് PS ഗോപിനാഥ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു നിരവധി വെടിക്കെട്ട് അപകടങ്ങൾ, ചെറുതും വലുതുമായ വെടിക്കെട്ട് അപകടങ്ങൾ ഇതിനിടെ ഉണ്ടായി. ഈ പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം തന്നെ ആ നിർദ്ദേശങ്ങൾ ജസ്റ്റിസ് ഗോപിനാഥ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ, മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിക്കപ്പെട്ടിരുന്നു എങ്കിൽ പല അപകടങ്ങളും ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിലുള്ള ഒരു വിഷമം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും നമ്മളോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ ജിജീഷ, പൊറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ ഭരണകൂടത്തിന് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അക്കാര്യങ്ങളൊന്നും നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നാണ് ജസ്റ്റിസ് ഗോപിനാഥ് ജനം TV-യോട് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് അന്വേഷണം നടത്തിയത്. പുറ്റിങ്ങലിലെത്തി അവിടെ ഒരുപാട് ആളുകളുമായും അതോടൊപ്പം തന്നെ അന്ന് ആ വെടിക്കെട്ടിന് സാക്ഷികളായ ആളുകളിൽ നിന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമായിരുന്നു അദ്ദേഹം വിശദമായൊരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ വെച്ചത്. അപ്പോൾ അത്തരം റിപ്പോർട്ടുകളും കമ്മീഷനുകളും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാത്തതാണ് ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്.